അത്യാവശ്യത്തിന് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പോക്കറ്റ് ബാഗ് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഷീറ്റ് എടുത്ത് അത് ഇതുപോലെ നടു കട്ട് ചെയ്ത് 2 സെന്റിമീറ്റർ വിട്ടിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് ഫോൾഡ് ചെയ്ത പേപ്പേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഷീറ്റ്സ് വേണം. ഞാനിവിടെ 5 പോക്കറ്റാണ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് 5 ഷീറ്റ്സ് മതി. എന്നിട്ട് ആ മടക്കി എടുത്ത ഷീറ്റിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിലത്തെ ഭാഗത്ത് ഒരിക്കലും ഗ്ലൂ തേക്കരുത്. ഈ പേപ്പർ വെക്കുന്നതിന്റെ അടിഭാഗത്ത് മാത്രമേ ഗ്ലൂ ചേക്കാൻ പാടുള്ളൂ. അങ്ങനെ മുഴുവൻ പേപ്പറും ഇതുപോലെ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒട്ടിച്ചെടുത്ത ബാഗിൽ നമുക്കൊരു ബാക്ക് കവറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫ്രണ്ടിൽ പാറ്റേൺ പേപ്പറോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പാറ്റേൺ നിങ്ങൾ വരച്ചാലും മതി. എന്നിട്ട് അത് ഇതുപോലെ ഈ ബാഗിന് ചുറ്റും ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പോക്കറ്റ്സ് ആ കവർ ചെയ്യാൻ വെച്ച പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ പേപ്പർ കവറിന്റെ താഴ്ഭാഗത്തും മുൾഭാഗത്തുമായിട്ട് 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. കവർ ചെയ്തിട്ട പേപ്പർ ബാഗ് ഇവിടെ സെറ്റായി. ഇനി നമുക്കത് മൂടി വെച്ചാൽ ഒട്ടി നിൽക്കണ്ടേ, അതിന് വേണ്ടി ഡബിൾ സൈഡ് ടേപ്പോ നാനോ ടേപ്പോ അല്ലെങ്കിൽ ടിഷ്യൂ ടേപ്പോ ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പിടിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ബാഗ് ഇവിടെ ഫുള്ളി സെറ്റ്. ഇങ്ങനെ കണ്ടപ്പോൾ ബാഗിന് എന്തോ ചന്തല്ലാത്ത പോലൊക്കെ തോന്നി. അപ്പൊ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചൊന്ന് കളറാക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. പിന്നെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.